കഴിഞ്ഞ പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി വലിയ വിജയമായിരുന്നുവെങ്കിലും ചില പോരായ്മകളുണ്ടായിരുന്നു. കാരണം പ്രത്യേക സമയങ്ങളൊന്നും അലോട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ രാവിലെ ഇങ്ങ് വന്നു. 10,000-കണക്കിന് ആളുകൾ വന്നപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ വരെ അത് നീണ്ടുപോയി. അപ്പോൾ അത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇപ്രാവശ്യം പരാതികൾ നേരത്തെ വാങ്ങി അത് പരിശോധിച്ച് ഇന്ന് ഇവിടെ കേട്ട് തീരുമാനമെടുക്കേണ്ടവരെ ഇവിടത്തേക്ക് വിളിച്ചു. തീരുമാനമെടുത്ത വിവരം ബാക്കിയുള്ള പരാതിക്കാരെ അറിയിച്ചു. അപ്പോൾ ഇന്ന് ഇവിടെ നോട്ടീസ് കൊടുത്ത് വിളിച്ചിട്ടുള്ള അവരെ പോലും പല സമയം വെച്ച 9 തൊട്ട് 11 വരെയുള്ളവരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് 11 മുതൽ 1 മണി വരെ, പിന്നെ ഉച്ച കഴിഞ്ഞ് 2 തൊട്ട് 4 വരെ, അങ്ങനെ സമയമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ വന്നിട്ടുള്ളവരെ കാണും. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ഇതിനകത്ത് വളരെയധികം പേര് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി 1 മണിക്കൂർ സമയം വെച്ചിട്ടുണ്ട്. ആ 1 മണിക്കൂർ സമയം ഞാൻ ഇറങ്ങി ഇന്ന് പുതിയതായിട്ട് പരാതിയായിട്ട് വന്നിട്ടുള്ളവരെ ഇന്ന് പരാതി വാങ്ങും. പരാതി തന്നിട്ട് പോകേണ്ടവർക്ക് പരാതി തന്നിട്ട് പോകാം. അത് പിന്നീട് പരിശോധിക്കും. അതല്ല ഇന്ന് തന്നെ ഈ പരാതി പരിശോധിക്കണം എന്നുള്ളവര് 5 മണി വരെ കാത്തിരിക്കണം. 5 മണിക്ക് ഇന്ന് വിളിച്ചിട്ടുള്ള എല്ലാവരുടെയും പരാതി കേട്ടതിന് ശേഷം 5 മണിക്ക് ഇന്ന് പരാതിയുമായി വന്നിട്ടുള്ളവരുടെ പരാതികൾ കേൾക്കും. അത് ഏറ്റവും അവസാനത്തെ പരാതിക്കാരനെ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. എത്ര വൈകിയാലും എല്ലാ പരാതിയും കേൾക്കും. പിന്നെ ഇങ്ങനൊരു ക്രമീകരണം വെച്ചത് രാവിലെ തൊട്ട് വന്നവർ പിറ്റേ ദിവസം രാവിലെ വരെ നിൽക്കേണ്ടി വന്ന ഒരു സ്ഥിതി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ 5 മണിക്ക് വന്നാൽ എല്ലാവരുടെയും പരാതി വാങ്ങും, എല്ലാവരുടെയും പരാതി കേൾക്കും എന്ന് പറയുമ്പോൾ അവർക്കറിയാം അവർ കുറെ വൈകും, കുറെ താമസം വരും എന്നറിയാം. അതറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാ. അതുകൊണ്ട് ഇങ്ങനൊരു ക്രമീകരണം ഇപ്രാവശ്യം വരുത്തിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനോട് സഹകരിക്കണം. ഇത് 3 ലക്ഷ്യത്തോടു കൂടിയാണ് ജനസമ്പർക്ക പരിപാടി. ഒന്ന്, ജനങ്ങളുടെ പരാതികളിൽ പരിഹരിക്കേണ്ടത് അത് ഏറ്റവും വേഗത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക. 2, ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ ഒരു വലിയ അകൽച്ച അത് പാടില്ല. ജനാധിപത്യത്തിൽ അത് പാടില്ല. ജനാധിപത്യത്തിന്റെ ശക്തിയത ജനങ്ങളുടെ വിശ്വാസമാണ്. എനിക്കൊരാവശ്യം വന്നാൽ എനിക്ക് ഗവൺമെന്റിനെ സമീപിക്കാം, മുഖ്യമന്ത്രിയെ സമീപിക്കാം, മന്ത്രിമാരെ സമീപിക്കാം. അതിനൊരു തടസ്സവുമില്ല എന്ന ഒരു സാഹചര്യം. അപ്പോൾ ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ ജനകീയ വ്യവസ്ഥിതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകത്തക്ക വിധത്തിൽ ആ അകൽച്ച കുറയ്ക്കുക. 3, ന്യായമായ കാര്യം പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് എപ്പോഴും എടുക്കുന്ന ഒരു സമീപനം, അതിന് ഉദ്യോഗസ്ഥരെ കുറ്റം പറയും. ഉദ്യോഗസ്ഥരാണ് ഇതിന് കുഴപ്പം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ചിലപ്പം തെറ്റ് കാണാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ പല കാര്യങ്ങളിലും ഉദ്യോഗസ്ഥരിലല്ല കുഴപ്പം, മറിച്ച് നിലവിലുള്ള വ്യവസ്ഥകൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ, അത് ന്യായമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കോ ഭരണകൂടത്തിനോ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്, വ്യവസ്ഥിതിയുണ്ട്. അതിന് മാറ്റം വരണം. അതിന് മാറ്റം വരുത്താൻ ഇവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനുള്ള തുടർ നടപടികൾ എടുക്കും. കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് കിട്ടിയ 14 ജില്ലകളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് 45 പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തിനാ? നിസ്സാരമായ കാര്യങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർക്ക് വരെ ചെയ്യാവുന്ന കാര്യങ്ങൾ. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പലതും നിയമങ്ങളിലുണ്ട്.
ചട്ടങ്ങളിലുണ്ട്, വ്യവസ്ഥകളുണ്ട്, സർക്കുലറുണ്ട്. അതിന് മാറ്റം വരുത്തില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 45 പുതിയ ഗവൺമെന്റ് ഉത്തരവുകൾ ഇറക്കി. നേരത്തെ കിട്ടിയ പരാതികളിൽ തീരുമാനമെടുത്തത് അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് വിളിച്ചിട്ടുള്ളവരുടെ തീരുമാനം ഇവിടെ വെച്ചുണ്ടാകും. ഇന്ന് സ്വീകരിക്കുന്ന അപേക്ഷകൾ അത് പ്രത്യേകം പരിശോധിച്ച് അതിന്മേൽ തീരുമാനമെടുക്കും. വൈകുന്നേരം സ്വീകരിക്കുന്ന പരാതികൾ ഞങ്ങൾ കഴിയുന്നത്ര അത് എല്ലാവരെയും കേട്ട് അത് കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതോടൊപ്പം തീരുമാനിക്കാൻ പറ്റാത്തത് അതിന്റെ ന്യായമാണ്, ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ, അത് ആവശ്യമായ മാറ്റങ്ങൾ അതില് തുടർന്ന് ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാനൊന്ന് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MP കൂടിയായ കേന്ദ്രമന്ത്രി ശ്രീ ശശി തരൂർ ഇവിടെ ഉണ്ട്. നമ്മുടെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും ഉണ്ട്. മറ്റു പലരും ഇടയ്ക്ക് വരും. അതുപോലെ തന്നെ ഈ ജില്ലയിലെ MLA മാര്, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജനപ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്. അവരെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിന്, അവരുടെ സഹകരണത്തിന്, അവരുടെ പങ്കാളിത്തത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി ഔപചാരികമായിട്ട് തുടങ്ങുന്നു. നമസ്കാരം. പ്രതി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ക്രമപ്പെടുത്തേണ്ടതാണ്. S. തുളസിമണി, കോഡ് നമ്പർ 3680. K. ദിവാകരൻ നായർ, കോഡ് നമ്പർ 286 82. അല്ലെങ്കിൽ രജിസ്ട്രാറോട് തന്നെ പേരിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സ്വയം തൊഴിൽ കണ്ടെത്താൻ എന്തെങ്കിലും സംവിധാനം ചെയ്തു തരാൻ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധര ശർമ്മ ഒഫീഷ്യൽ വോളണ്ടിയേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് HMC ഫണ്ടിൽ നിന്ന് ഇവരിപ്പോ സർക്കാരിയാണ്. HMC ഫണ്ടാണ്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതില് സൗജന്യമായിട്ട് മരത്തിൽ നിന്ന് വീണതാണ്. 8 വർഷമാകുമ്പോൾ ആദ്യം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ 3 സൈഡും മുറിവാണ്, അപ്പോഴും ഉണ്ട് മുറിവ്. അപ്പോൾ അങ്ങനെ ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെ വീട്ടിൽ ചികിത്സയായിരുന്നു. വീട്ടിൽ പോയി അങ്ങനെ നമ്മളെ അടുത്തൊരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, മണിയറവിള എന്ന് പറയുന്നത്. അങ്ങനെ അവിടെയാണ് ഇപ്പോഴത്തെ ചികിത്സ അവിടെയാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ മകളെ അയച്ചു, ഇത്തിരി കടബാധ്യതയൊക്കെ ആയി. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞില്ല. അതിന് ഞങ്ങളെ ഇത്രയും സഹായിച്ച മുഖ്യമന്ത്രിക്ക് നല്ല നന്ദി, നമസ്കാരം. വീട് നെയ്യാറ്റിങ്കര, പേര് അനിൽകുമാർ, വയസ്സ് 35. 29ാമത്തെ വയസ്സ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. 29 വയസ്സല്ലേ? അതെ. ഇപ്പോൾ 6 വർഷമായി. ഇപ്പോൾ
നട്ടെല്ല് പൊട്ടിപ്പോയി. അതിന് താഴോട്ട് സ്പൈനൽ കംപ്ലൈൻ്റ് ആയത് കാരണം ഒന്നും അറിയില്ല നെഞ്ചിന് കീഴ്പോട്ട്. 6 വർഷമായിട്ട് ഒരേ കിടപ്പിലാണ്. ഒത്തിരി പൈസ ചിലവായി. പിന്നെ വീട്ടിലെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വരുമാനമൊന്നും അതിന് ശേഷം ഇല്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ജനസമ്പർക്ക പരിപാടി പങ്കെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ കൊണ്ടുവരാനൊന്നും ആളില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചു. ഇതൊക്കെ വളരെ ഇവിടെ വന്നാൽ മതി, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉണ്ടാവും. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ജനസമ്പർക്ക പരിപാടിക്ക് അപേക്ഷ കൊടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വീട്ടിൽ വരികയും കാര്യങ്ങളൊക്കെ തിരക്കുകയും തുടർന്ന് ഒരു ലെറ്റർ അയക്കുകയും ചെയ്തു ഇവിടെ വരാനായിട്ട്. ഇപ്പം തന്നെ അമ്മയും ഞാനും എൻ്റെ ഒരു സുഹൃത്തും മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ടാണ് അവരൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തത്. സാറിനെ കണ്ടു, സാർ കാര്യങ്ങളൊക്കെ തിരക്കി. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തും റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണ്ട സഹായം ചെയ്തു എന്നാണ്. ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത്. 1 ലക്ഷം രൂപ അനുവദിച്ചെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വലിയൊരു ഉപകാരമാണ്. അദ്ദേഹത്തിനോട് പറയാൻ വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. ഇത് വലിയൊരു പരിപാടിയാണ്. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. വീട് തന്നെ ഇപ്പോൾ ഓണത്തിനാണ് കറണ്ട് കിട്ടിയത്. കാരണം അതും ജനസമ്പർക്ക പരിപാടി വഴി അപേക്ഷിച്ചിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അവർ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കി വളരെ ഫാസ്റ്റായിട്ട് 2-3 ദിവസം കൊണ്ട് തന്നെ അവർ ഫ്രീ ആയിട്ട് പോസ്റ്റൊക്കെ കെട്ടി തന്നു. നമുക്കതിന് വളരെ തുച്ഛമായി, അതുകൊണ്ട് ഒരു 10-150 രൂപയ്ക്കകത്ത് അത്രമേ പൈസ ആയുള്ളൂ. വേറെ ഒരു പൈസ അതും ജനസമ്പർക്ക പരിപാടി കൂടെ ഇപ്പോൾ സാധ്യമായതാണ്. അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർ വളരെ പെട്ടെന്ന് സാധ്യമാക്കി എടുക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ സാധ്യമാകുന്നുണ്ടെന്നുള്ളതാണ്.